ഹരിയാന, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ 4 സംസ്ഥാനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് മോദി ഉപേക്ഷിച്ച മട്ടാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഇതുവരെ ഒരു റാലി പോലും നടത്താൻ മോദി ധൈര്യപ്പെട്ടിട്ടില്ല. അവിടെ കച്ചിയടിക്കുകയില്ല എന്ന് മോദിക്കും BJPക്കും നല്ല ബോധ്യമുണ്ട്. എന്നാൽ മോദി ഉപേക്ഷിച്ചെങ്കിലും മോദിയെയും BJPയെയും അവിടെ വിജയിപ്പിക്കാതെ അടങ്ങില്ല എന്ന വാശിയിലാണ് ഗോദി മീഡിയകൾ. മഹാരാഷ്ട്രയിലെ അങ്ങനെയുള്ള ഒരു സർവേയാണ് ഗോദി മീഡിയ നവഭാരത് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ നാണംകെട്ട ഈ പെയ്ഡ് സർവേയുടെ ഫലം എന്താണെന്ന് കാണാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് 400 കൊടുത്ത് നാണംകെട്ട ഗോദി മീഡിയകൾ എത്ര നാണം കെട്ടാലും മാറില്ല എന്ന വാശിയിലാണ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും സാധാരണഗതിയിൽ മോദി ഈ സമയത്ത് അവിടുന്ന് മാറാതെ പ്രചാരണം നടത്തേണ്ടതായിരുന്നു. എന്നാൽ ഈ ഇലക്ഷന്റെ ഫലം എന്തായിരിക്കുമെന്ന് ബോധ്യപ്പെട്ട മോദി പേടിച്ച് മഹാരാഷ്ട്രയിലെ, ഹരിയാനയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പോലും നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇങ്ങനെ സ്വയം തോൽവി സമ്മതിച്ച് പിന്മാറിയിരിക്കുന്ന മോദിയെ സർവേയിലൂടെയാണെങ്കിലും വിജയിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് ഗോദി മീഡിയ നവഭാരത് ടൈംസ്. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റാണ്. ഇവരുടെ ഈ സർവേ അനുസരിച്ച് NDAക്ക് 137നും 152നും ഇടയ്ക്ക് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് 129നും 144നും ഇടയ്ക്ക് സീറ്റുകളും കിട്ടുമെന്ന് പറയുന്നു. അതായത് മോദിയുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന്. ഇതിലും മികച്ച കോമഡി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ കണ്ടോ, ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ മുന്നണിക്കും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ. ഇവരുടെ ഈ സർവേയിൽ പറയുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടത് 144 സീറ്റാണ് എന്നാണ്. മോദിയും കൂട്ടരും പഠിച്ച വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആണ് ഗോദി മീഡിയ നവഭാരത് ടൈംസിന്റെ ആൾക്കാരും കണക്ക് പഠിച്ചത് എന്ന് വ്യക്തമാണ്. കാരണം 288 അംഗ അസംബ്ലിയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റുകളാണ്, 144 അല്ല എന്ന ചെറിയ വസ്തുത പോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തവരാണ് ഇവർ. ഇവർ അവതരിപ്പിച്ച ഈ സീറ്റുകളുടെ കണക്കുകൾ മാച്ചാവുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ബോധം പോലും ഇവർക്കില്ല എന്ന് വ്യക്തമാണ്. കാരണം ഒരു മുന്നണിക്ക് കിട്ടാവുന്ന കുറഞ്ഞ സീറ്റുകളും മറ്റേ മുന്നണിക്ക് കിട്ടാവുന്ന കൂടിയ സീറ്റുകളും കൂട്ടുമ്പോൾ മൊത്തം സീറ്റായ 288 വരണം. ഇവിടെ NDAക്ക് കിട്ടാവുന്ന കുറഞ്ഞ സീറ്റുകളുടെയും ഇന്ത്യ മുന്നണിക്ക് കിട്ടാവുന്ന കൂടിയ സീറ്റുകളുടെയും എണ്ണം കൂട്ടുമ്പോൾ ലഭിക്കുന്നത് 281 288 അല്ല. അതുപോലെ തന്നെ NDAക്ക് കിട്ടാവുന്ന കൂടിയ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് കിട്ടാവുന്ന കുറഞ്ഞ സീറ്റുകളും കൂട്ടുമ്പോഴും ലഭിക്കുന്നത് 281 തന്നെ. മോദിയുടെ മന്ദഭക്തരുടെ അതേ വിവേകം, അതേ ബുദ്ധി. ഇനി ഓരോ മുന്നണിക്കും ലഭിക്കുന്ന വോട്ട് ശതമാനം ഇവരുടെ കണക്കനുസരിച്ച് NDAക്ക് 45, ഇന്ത്യക്ക് 44. അങ്ങനെ വളരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ഇവരുടെ നാണംകെട്ട ഈ സർവേ ശ്രമിക്കുന്നത്. ഇവിടെയും ന്യായീകരിക്കാം, ഞങ്ങളുടെ സർവേ ഏതാനും പെർസെൻറ്റേജേ തെറ്റിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിനുള്ള എല്ലാ പഴുതുകളും തുറന്നിട്ടാണ് മോദി ക്ലാനിന് വേണ്ടി ഇവർ ഈ സർവേ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ 48 സീറ്റിൽ 31 സീറ്റ് നേടിയത് ഇന്ത്യ മുന്നണിയായിരുന്നു. NDAക്ക് വെറും 17 സീറ്റുകൾ മാത്രമാണ് അന്ന് നേടാനായത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 165 കുറയാതെ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്ന് ഉറപ്പാണ്. BJPക്ക് 110 താഴെ സീറ്റുകൾ മാത്രം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി.